അഡ്മിഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എപ്പോഴും പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കുറേ കൺഫ്യൂഷനും ഡൗട്ടും കാര്യങ്ങളും പേടിയും എല്ലാം നമ്മുടെ സ്റ്റുഡൻസിനുണ്ട്. അപ്പോൾ ഞാൻ എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ള 8 മാർക്സിനും 6 മാർക്സിനും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത് 6 മാർക്സ് ആണ്. ഇപ്പോൾ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള എല്ലാ വെറീസുകളും സ്റ്റുഡൻസ് നമ്മളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മൾ പേടിക്കണ്ട, 8 മാർക്കിനാണെങ്കിലും 6 മാർക്കിനാണെങ്കിലും നമ്മൾ പഠിച്ചാൽ എല്ലാം സെറ്റാണ്. സോ ഞാൻ ഇത് 8 മാർക്കിന് വന്നാൽ നിങ്ങൾക്ക് 8 മാർക്കിന് വന്നാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ആ രീതിയിലാണ് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 6 മാർക്ക് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. 8 മാർക്ക് ആണെങ്കിൽ അലോങ് വിത്ത് ദാറ്റ് നമുക്ക് എന്തും കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും, ന്യൂ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ അങ്ങ് പഠിച്ചു വെക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഓൾഡ് ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിലെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് സിത്താര ആൻഡ് മനു ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. അവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അടുത്തത് അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എന വാസ് അഡ്മിറ്റഡ്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഓരോ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദ അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്നർ എന്ന് പറഞ്ഞാൽ ന്യൂ ഫേമിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഏതാണ്? റീവാലുവേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൽ വരാൻ പാടില്ല. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കാണിക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയായിരുന്നു? റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ആസെറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കാണിക്കും, ആസെറ്റ് ഡിക്രീസ് ചെയ്യുന്നത് കാണിക്കും, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കാണിക്കും, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത് കാണിക്കും. ഓക്കെ, അൺറെക്കോർഡഡ് ആസെറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, അൺറെക്കോർഡഡ് ആസെറ്റ് ആണ് കേട്ടോ. ഓക്കെ, അൺറെക്കോർഡഡ് ലയബിലിറ്റി എന്താണ്? ഡിക്രീസ് ചെയ്യുന്നത് കാണിക്കും. ഇത്രയും ഐറ്റംസ് നമ്മൾ എന്തിൽ കാണിക്കുന്നുണ്ട്? നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് റിവൈസ്ഡ് വാല്യൂസ് ഓഫ് ആസെറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ് നമ്മൾ ഏതിൽ കാണിക്കുന്നത്? റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ആൻഡ് അതിൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടണം. ഓക്കെ, കറക്റ്റ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള റിവൈസ്ഡ് വാല്യൂസ് ഓഫ് ആസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എന്തായിരുന്നു? എനാ ബ്രോട്ട് ഇൻ റുപ്പീസ് 1,50,000. അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കാനുള്ള ഐറ്റം ആണോ? അല്ല, അത് പോട്ടെ. ആൻഡ് ഗുഡ് വിൽ വാല്യൂ എന്ന് പറയുന്നതും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാനുള്ളതാണ്. സോ അതും പോട്ടെ. ബി, സ്റ്റോക്ക് ടു ബി റീവാല്യൂഡ് ആസെറ്റ് ആണ് അല്ലേ? റീവാല്യൂഡ് റുപ്പീസ് 30,000. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് തന്നിട്ടുള്ള അതിലെ എമൗണ്ട് നമ്മൾ ഏതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഓൾഡ് ബാലൻസ് ഷീറ്റിലെ ഫിഗറുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അതിലൊരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ വാല്യൂ ഇപ്പോൾ അറ്റ് പ്രസന്റ് എന എന്ന് പറയുന്ന ഒരു ന്യൂ പാർട്ട്ണറിന്റെ അഡ്മിഷൻ പ്രകാരം അതിനുശേഷം നമ്മളുടെ സ്റ്റോക്കിന്റെ വാല്യൂ, ആ സമയത്ത് നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യൂ എന്തായിട്ടുണ്ട്? 30,000 ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഓൾഡ് ബാലൻസ് ഷീറ്റിൽ എത്രയാണ് സ്റ്റോക്ക്? 40,000 ആണ്. ദാറ്റ് മീൻസ് 10,000 നഷ്ടമായി അല്ലേ? ആസെറ്റ് 10,000 കുറഞ്ഞു. സ്റ്റോക്ക് എന്ന് പറയുന്ന ആസെറ്റ് 10,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറയുമ്പോൾ നമ്മൾ ആസെറ്റ് കുറയുമ്പോൾ എന്തായിരുന്നു നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്? ടു സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് വരും. അത് നമ്മൾ കാണിക്കുന്ന ആ നഷ്ടം കാണിക്കുന്ന ഏതിലാണ്? റീവാലുവേഷൻ അക്കൗണ്ടിലാണ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് റീവാലുവേഷനിലാണ് കാണിക്കുന്നത്. അപ്പൊ ടു സ്റ്റോക്ക് പറഞ്ഞാൽ ഡെബിറ്റ് ഏതായിരിക്കും? റീവാലുവേഷൻ. ഓക്കെ, അപ്പൊ ഇനി അവിടെ ഒരു ഡൗട്ടും പാടില്ല. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ടു സ്റ്റോക്ക് 10,000 എന്ന് കാണിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഫിഗർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഏതായിരുന്നു? ആൻഡ് ബിൽഡിംഗ് അറ്റ് റുപ്പീസ് 2 lakh. ബിൽഡിംഗ് റീവാല്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്? 2 lakh ആണ്. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ഒന്ന് നോക്കാം. ബിൽഡിംഗ് എത്രയാണ്? 1,50,000. ബട്ട് ബിൽഡിംഗ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിൽഡിംഗ് എന്ന് പറയുന്ന ആസെറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻക്രീസ് ചെയ്യുക, ആസെറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാവുന്നതാണ്, ഡെബിറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ബിൽഡിംഗ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ ബിൽഡിംഗ് ബൈ ബിൽഡിംഗ് എന്ന് വരും അല്ലെ? ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ. എത്രയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്? ഈ ഫിഗർ എഴുതരുത്, ഇതിന്റെ ഡിഫറൻസ് എത്രയാന്നുള്ളതാണ്. 50,000 ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ 50,002. അവിടെ ഇനി എന്തെങ്കിലും ഡൗട്ട് വരേണ്ടതുണ്ടോ? ഇല്ല, റീവാലുവേഷൻ അക്കൗണ്ടിലേക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ടു റീവാലുവേഷൻ അക്കൗണ്ട് 50,000 എന്ന് വരും.
അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ബിൽഡിംഗ് 50,000 എന്ന് കാണിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്നിട്ടുള്ള 2 സംഭവം നമ്മൾ അതിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് എന്താ? സി, എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 5% ഓൺ ദ ഡെപ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എത്രയാണ്? 5% ഓൺ ഡെപ്റ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലയബിലിറ്റി ആണ് പ്രൊവിഷൻ എന്ന് പറയുന്നത് അല്ലേ? ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയണം. അപ്പോൾ ഡെബിറ്റ് കൊടുക്കേണ്ട ഏതിനായിരിക്കും? തീർച്ചയായിട്ടും റീവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എമൗണ്ട് എന്താണ്? എമൗണ്ട് ഇതിന്റെ 5% ആണ്. 60,000ന്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3,000 ആണ് അല്ലെ? ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 1%, 10%, 100% അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ 1ഉം 10ഉം ഇതിന്റെ 10% എത്രയാണ്? 6,000 ആണ്. ആൻഡ് അപ്പോൾ അതിന്റെ ഹാഫ് ആയിരിക്കും 5% എന്ന് പറയുന്നത്. 3,000 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 3,000 എവിടെ നമ്മൾ കാണിക്കണം? റീവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ടു പ്രൊവിഷൻ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ആണ് കേട്ടോ. ക്രെഡിറ്റ്, ഡെബിറ്റ്. ഓക്കെ, ഡെബിറ്റ്. ആൻഡ് റീവാലുവേഷൻ ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റം എന്തായിരിക്കും? ഏത് അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള മറ്റേ 2 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്, അതായത് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബൈ എന്ന് പറയുന്ന ഐറ്റം ആയിരിക്കും ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, സെറ്റ്. അപ്പോൾ ജേണൽ എൻട്രീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ്? ദ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹3,000 ഈസ് ടു ബി അക്കൗണ്ട് ഇൻ ടു ദി ടേക്കൺ ഇൻ ടു ദി ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, സോ എന്താണ് പറയുന്നത്? അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് എന്താണ്? അൺറെക്കോർഡഡ് ആസെറ്റ് ആണ്. അപ്പോൾ ഈ അൺറെക്കോർഡഡ് ആസെറ്റ് നമ്മൾ എവിടെ കാണിക്കണം? അൺറെക്കോർഡഡ് ആസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്യാണ്. ആസെറ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം. എത്രയാണ്? 3,000 എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് നമ്മൾ വിട്ടുപോയോ? ഇല്ല, എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് 53,000 ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഡെബിറ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 13,000 ഉള്ളൂ. അപ്പോൾ 53,000 മൈനസ് 13,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 40,000 എന്ന് ബാലൻസിങ് ഫിഗർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ 40,000 ആർക്ക് കൊടുക്കാനുള്ളതാണ്? 2 ഓൾഡ് പാർട്ട്നേഴ്സ് ഉണ്ട്, സിത്താര ആൻഡ് മനു എന്ന് പറയുന്ന 2 ഓൾഡ് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. സോ അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് എത്ര കിട്ടും? 20,000 ഈച്ച് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ അത് അവരുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഐറ്റം ആണ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്താണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രമാണോ? അല്ല, ന്യൂ പാർട്ട്നേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ നമുക്കത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സിത്താര, മനു, എന എന്ന് പറയുന്ന ഈ 3 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ കാണിക്കുന്ന ഐറ്റം എന്തായിരിക്കും? അവരുടെ ഓപ്പണിംഗ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ ബൈ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ വരും അല്ലേ? ഓക്കെ, ബൈ ബാലൻസ് ബ്രോ ഡൗൺ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ ഓൾഡ് ബാലൻസ് ഷീറ്റിലുണ്ട്. ഓക്കെ, ഇതാ ഓൾഡ് ബാലൻസ് ഷീറ്റ്. സിത്താര 1,80,000, മനു 1,50,000. ന്യൂ പാർട്ട്ണർ ആയിട്ടുള്ള എനക്ക് വരുന്നുണ്ടോ? എന എന്ന് പറയുന്ന ന്യൂ പാർട്ട്ണർക്ക് ബാലൻസ് ബ്രോ ഡൗൺ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. ആൻഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ന്യൂ പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എന്ത് കാണിക്കണം? ക്യാപിറ്റൽ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അത് ബൈ ബാങ്ക്. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഓൾഡ് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 1,50,000 കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണിക്കണം. അതാണ് എനയുടെ ഇതിൽ 1,50,000 എന്താണിത്? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ്. ഇതൊന്ന് തിക്നെസ് കുറക്കാം അല്ലേ? ഓക്കെ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് എന്താണ് വരുന്നത്? നമുക്ക് റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? എത്രയാണ്? 20,000 ഈച്ച് ആണ്. അപ്പോൾ ആ റീവാലുവേഷൻ എന്ന് പറയുന്നത് സിത്താരക്കും മനുവിനും 20,000 റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ആ പ്രോഫിറ്റ് നമ്മളിതിൽ കാണിക്കണം. എനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല, ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉള്ളൂ. സോ അവിടെ അത് കാണിക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്ന ഐറ്റം എന്താണ്? ഓക്കെ,
അടുത്തത് അപ്പോൾ ക്യാപിറ്റൽ 50,000 ഗുഡ് വിൽ ഷെയർ ഉണ്ട്. ₹50,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. ഓക്കെ, ഫേമിന്റെ ഗുഡ് വിൽ വാല്യൂ അല്ല തന്നിട്ടുള്ളത്, ബട്ട് ഏതാണ് തന്നിട്ടുള്ളത്? എന എന്ന് പറയുന്ന ന്യൂ പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഗുഡ് വിൽ ഷെയർ എത്രയാണ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. 50,000 എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോയില് നമ്മൾ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്തായിരുന്നു? ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുമ്പോഴുള്ള എൻട്രി എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് ആയിരുന്നു അല്ലേ? പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ടിലേക്ക് നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്യാണ്. എത്ര? 50,000 റുപ്പീസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ആൻഡ് അതിൽ നിന്നും പിന്നെ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് എന്ന് വരും. ഇവിടുത്തെ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. കാരണം നമുക്കിവിടെ ന്യൂ റേഷ്യോ ഒന്നും തന്നിട്ടില്ല സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ ഈക്വൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എത്രയായിരുന്നു നമ്മളുടെ? 50,000 ആണ്. അപ്പോൾ 25,000 ഈച്ച് അല്ലേ വരിക അല്ലേ? അപ്പോൾ എൻട്രി എന്താ വരിക? ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റ് ഓഫ് 50,000 ടു സിതാരാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 25,000 ടു മനോസ് ക്യാപിറ്റൽ അക്കൗണ്ട് 25,000 എന്ന് വരും. ഓക്കെ, അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലേ? കിട്ടേണ്ടതാണ്. അപ്പോൾ ബൈ ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് ആണ്, ബൈ ബാങ്ക് അങ്ങനെയും വരും. എങ്ങനെയാണ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട്? ബൈ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രി നമ്മൾ കൊടുക്കാറുണ്ട്. നോർമലി നമ്മൾ കൊടുക്കുന്നത് ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബൈ ബാങ്ക് എന്ന് കാണിച്ചിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് എന്താണ്? ബൈ ഗുഡ് വിൽ. അയ്യോ, ഇതിപ്പോഴും ഒരു സുഖമായിട്ടില്ലല്ലോ, ഒന്നുകൂടെ കുറയ്ക്കട്ടെ. ബൈ ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് 25,000 ഈച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഡൺ. അപ്പോൾ ഇതിലുള്ള രണ്ടും അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കൊന്നും നമുക്ക് കാണിക്കേണ്ടതില്ല. ആൻഡ് ഡെബിറ്റ് സൈഡിലൊന്നും വന്നിട്ടില്ല. സോ ക്രെഡിറ്റ് ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ക്രെഡിറ്റ് ടോട്ടൽ തന്നെയായിരിക്കും അപ്പോൾ എന്ത് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നതെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് എന്താണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്? ന്യൂ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് അല്ലേ? അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുള്ളത്? ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയായിരുന്നു? 50,000 ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഓൾഡ് ബാലൻസ് ഷീറ്റിൽ ആകെ 50,000 റുപ്പീസേ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ 2,50,000 എവിടെ നിന്ന് കിട്ടി? നമുക്ക് ഒന്ന് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ്. ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും? ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഏതാണോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഈ ചെറിയ 1-2 പോയിന്റ്സ് ഒക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ഈസി ആയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ആഡ് ചെയ്യുന്ന ക്രെഡിറ്റ് മൈനസ് ചെയ്യുന്ന അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. എനിക്ക് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലാണ് ഈസി എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, സോ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഇത് എന്താണ്? ഓൾഡ് ബാലൻസ് ഷീറ്റിൽ ഉള്ള എമൗണ്ട് ആണ് അല്ലേ? ഓൾഡ് ബാലൻസ് ഷീറ്റിലുള്ള എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ തീർച്ചയായിട്ടും അതിലേക്ക് അത്രയും എമൗണ്ട് ഇൻക്രീസ് ആയി. 50,000 പ്ലസ് 1,50,000 എന്ന് വരും. ഗുഡ് വിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് 50,000. അപ്പോൾ അതും അതിലേക്ക് ആഡ് ഓൺ ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 2,50,000 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക് 2,50,000 ആയി മാറിയിട്ടുള്ളത്. അപ്പൊ അടുത്തത് നമുക്ക് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? അപ്പൊ ഇത് നമ്മൾ എടുത്തു. അടുത്തത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് 60,000 മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ ഡെപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് 3,000 അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് മൈനസ് ചെയ്യണ്ടേ? 60,000 മൈനസ് 3,000 മൈനസ് ചെയ്യണം. അപ്പൊ 57,000 നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അടുത്ത സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 30,000 ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതാണ് കാണിക്കേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അതും നമ്മളിവിടെ കാണിക്കണം 3,000.
ബിൽഡിങ്ങിന് 1,50,000 ബിൽഡിങ്ങിന്റെ വാല്യൂ ഇപ്പോൾ 2 lakh ആയി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 lakh എന്ന് കാണിക്കണം. ആൻഡ് ഫർണിച്ചറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. സോ ഫർണിച്ചർ എന്ന് പറയുന്നത് ഓൾഡ് ബാലൻസ് ഷീറ്റിലുള്ള ഈ 1 lakh തന്നെയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഓക്കെ ആണല്ലോ, അവിടെ നമുക്ക് 1 lakh കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അസറ്റ് സൈഡ് എല്ലാം സെറ്റായി 6,40,000 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ 6,40,000 നമ്മൾ ലയബിലിറ്റി സൈഡിലും കിട്ടണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. 60,000 ക്രെഡിറ്റേഴ്സ് 60,000 തന്നെയാണ് എടുക്കേണ്ടത്. ബിൽസ് പേയബിൾ 10,000 തന്നെ എടുക്കണം എന്നുള്ളതാണ്. ആൻഡ് അവിടെ ഒരു ഐറ്റം ആഡ് ഓൺ ചെയ്യേണ്ടി വരും അല്ലേ? ഏതാണ്? ക്യാപിറ്റൽ എന്നുള്ള ഡിഫറൻസ് വരും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 60,000, ബിൽസ് പേയബിൾ 10,000, അതിനൊന്നും മാറ്റമില്ല. ഏതിനാണ് മാറ്റമുള്ളത്? ക്യാപിറ്റൽ ബാലൻസിന് മാറ്റമുണ്ട്. ഇത് നമുക്ക് ന്യൂ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. സിത്താര, മനു, എന ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് ബാലൻസ് ഷീറ്റിൽ 2 പാർട്ട്നേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 3 പാർട്ട്നേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സിത്താര 2,25,000, മനു 1,95,000, എന 1,50,000 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ട്രിപ്പിളായി ചാനലിൽ കുറേ നമ്മൾ ലൈവായിട്ടും അല്ലാതെയൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്, റെക്കോർഡഡ് ആയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.